ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരെന്തെങ്കിലും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, എന്താണ് അവരുടെ നിങ്ങളോടുള്ളൊരു എനർജി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കാം. Four of Pentacles, Two of Pentacles, Knight of Swords, Nine of Wands and Eight of Pentacles. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരാൾ പെട്ടെന്ന് ഡിസിഷൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറ്റുന്നു. ചിലപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തേക്കാം. ചില സമയത്ത് ആ ഒരു വ്യക്തിയിൽ നിന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കാം കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചാഞ്ചാട്ടമുള്ളതുപോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇതിനകത്ത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുമോ എന്ന് പോലും ഭയക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ആദ്യ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഇനി എനിക്കിത് ഉണ്ടാവില്ലേ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഭയപ്പെടുത്തുന്നുണ്ടാവാം. അത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ അടിക്കടിയുള്ള ചുവടുമാറ്റം കൊണ്ടോ, അല്ലെങ്കിൽ കാര്യങ്ങൾ സ്റ്റേബിളായിട്ട് പോവാത്തൊരു അവസ്ഥ കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫിലാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റിലൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആശയക്കുഴപ്പമുണ്ടാകും. ചില സമയത്ത് കോൺടാക്റ്റ് കിട്ടുന്നു, ഭയങ്കര സ്നേഹം കാണിക്കുന്നു, ചില സമയത്ത് ഇതില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഒരനക്കവും ഇല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നൊരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വളരെ ഒരു അഷുറൻസ് തന്ന് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സ്റ്റെബിലിറ്റി ഒന്നും അവരുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടാവണമെന്നില്ല. അതുപോലെയുള്ളൊരു എനർജി നമുക്ക് നല്ലതുപോലെ കാണാം. മാത്രമല്ല ചിലപ്പോൾ ആ ഒരു പേഴ്സണ് ലൈഫിൽ നിങ്ങളോടൊപ്പം മറ്റൊരു കാര്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വിചാരിച്ചതുപോലെ നടത്താനായിട്ട് സാധിക്കുന്നില്ല, സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അത് ഈ ഒരു റിലേഷൻഷിപ്പിലും നിഴലിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ഒരു വ്യക്തി ചിലപ്പോൾ ഇതിനകത്ത് ഓവറായിട്ട് തിങ്ക് ചെയ്യുകയും ഇത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഒരു പക്ഷേ ആ ഒരു എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു പേടി, അല്ലെങ്കിൽ ഇതിന് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം, അല്ലെങ്കിൽ എനിക്ക് ഇനിയും ഹേർട്ട് കിട്ടുമോ എന്നുള്ളൊരു ഭയം ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഒരു സ്റ്റേബിളായിട്ട് പോവാതെ ഈ പറഞ്ഞതുപോലെ അടിക്കടി കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടിക്കടി കാര്യങ്ങൾ മാറുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തുള്ള ഒരു വ്യക്തിക്ക് സ്റ്റേബിൾ ആവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ പോകാൻ കഴിയുന്നില്ല. ചില സമയത്ത് ഭയങ്കര കാര്യമായിട്ടും റിലേഷൻഷിപ്പിനെ കാണുന്നു, ചില സമയത്ത് അതില്ലാത്ത പോലെ വരുന്നു. ഒരു പക്ഷേ അവരുടെ സാഹചര്യം അങ്ങനെയുള്ളത് കൊണ്ടും ആയിരിക്കാം. അപ്പോൾ അതുപോലെയുള്ള ആരുടെയൊക്കെയോ എനർജീസാണ് നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് ആ ഒരു എർത്ത് എലമെൻസ് ആണ്. അപ്പോൾ പ്രാക്ടിക്കാലിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഒരു വ്യക്തി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ വേറെ പല കാര്യങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ അതിനകത്താണ് അവരുടെ ഒരു ഭാവി എന്ന് വിചാരിക്കുന്നുണ്ടാവാം. ഒന്ന് സെൽഫിഷായിട്ട് ചിലപ്പോൾ പെരുമാറുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസും അതുകൊണ്ട് തന്നെയായിരിക്കാം. കാരണം ആഫ്റ്റർ ഓൾ എന്നതിനേക്കാളും പ്രധാനം നമ്മളുടെ ഭാവിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള വഴിയാണ്.
അല്ലെങ്കിൽ ഈ ഒരു കാര്യമായിരിക്കും എനിക്ക് കൂടുതലൊരു ഇമ്പോർട്ടൻസ് ലൈഫിൽ ഞാൻ കൊടുക്കേണ്ടത്, എങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു അവനവൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ചില റിലേഷൻഷിപ്പിനകത്ത് കാണാം. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയും. കാര്യം ഇപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇമോഷണൽ എലമെൻറ്റും കൂടി അവിടെ ആവശ്യമാണ്. അപ്പോഴാണ് നമുക്കെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ഈ പറഞ്ഞതുപോലെ അമിതമായിട്ട് സ്വന്തം കാര്യത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ ചിലവർ ഭയങ്കരമായിട്ട് കരിയർ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ റിലേഷൻഷിപ്പിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു ബന്ധത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനെ ഒന്ന് പിന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗതിയായിട്ട് മാറാറുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു എനർജീസ് കാര്യങ്ങൾ നമുക്ക് കാണാം. ആ ഒരു സ്റ്റെബിലിറ്റി റിലേഷൻഷിപ്പിനകത്ത് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഒരു പേഴ്സൺ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, എന്താണ് അവരുടെ എനർജി എന്നുള്ളത് അറിയാം. Emperor, Wheel, 9 of Pentacles, World, 2 of Swords, 2 of Wands, Page of Pentacles, Eight of Wands, Chariot, Devil, 2 of Pentacles, Empress, 6 of Swords, 4 of Wands and 3 of Wands. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുടെയും ആ ഒരു റിഫ്ലക്ഷൻ നമുക്കിവിടെ കാണാം. അതായത് അവരുടെ ലൈഫിൽ അവരിപ്പോൾ വേറെ എവിടേക്കോ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പോലെ ഒരു പക്ഷേ അതിനേക്കാൾ മുകളിലായിട്ട് അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം എന്നുള്ളതാണ്. ആ ഒരു 2 എനർജീസ് നമുക്ക് വളരെ ശക്തമായിട്ട് തന്നെ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ പ്രോബ്ലം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലമായിട്ട് നിൽക്കുന്നതും ഈ പറഞ്ഞൊരു അവസ്ഥ തന്നെയായിരിക്കാം. ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഫോക്കസ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലായ്മ, എങ്ങനെയാണിത് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നതെന്നുള്ളത് അവരിവിടെ വ്യക്തമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു പേഴ്സൻ്റെ സാഹചര്യം ഇപ്പോൾ ഈ ഒരു തരത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഒരു മെച്യൂരിറ്റി, അല്ലെങ്കിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി വളരെ മെച്ചുറായിട്ട് പോകണം എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഈ ഒരു എംബ്രസ് എനർജി ആണ് വന്നിട്ടുള്ളത്. ആ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള എനർജീസാണ്. ദാറ്റ് മീൻസ് അവരുടെ ലൈഫിൽ ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വിചാരിച്ച പോലെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളെ തന്നെയാണ് അവർ കൂടുതൽ സ്ഥാനം തരുന്നത്, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഉണ്ട്, അത് നിങ്ങൾ അറിയണം എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ മറ്റൊന്നിനും അവർ കൊടുക്കുന്നില്ല.
അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു നിങ്ങൾക്ക് തന്ന സ്ഥാനത്തിന് അവരുടെ മനസ്സിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നാണ്. അതൊരു പക്ഷേ അവർ വേറെ പല കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതുകൊണ്ട് നിങ്ങളോടൊരു പഴയ സ്നേഹം ഇല്ലെന്നോ അടുപ്പം ഇല്ലെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അവരുടെ ലൈഫിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെയും പല കാര്യങ്ങളുണ്ടെന്നുള്ളത്. പക്ഷേ ആ ഒരു പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിലിപ്പോഴും നിങ്ങൾക്കുള്ള ആ ഒരു സ്ഥാനത്തിന് യാതൊരു കോട്ടവും വന്നിട്ടില്ല. അതങ്ങനെ തന്നെയുണ്ട് എന്ന് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു റൈറ്റ് ടൈം ആയിരിക്കണം എന്നില്ല. നമ്മളിവിടെ പറഞ്ഞതുപോലെ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്യണം? എങ്ങനെയാണ് ലൈഫിൽ അവർക്കിപ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനും ഒരു റൈറ്റ് ടൈം ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ടൈം കടന്നു വരും. അത് നിങ്ങൾ അറിയാനാണ് അവർ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ തിടുക്കം കൂട്ടുന്നുണ്ടാവാം. നമ്മൾ നേരത്തെ ആ ഒരു ഇതിനകത്ത് കണ്ടതുപോലെ നിങ്ങൾ ചിലപ്പോൾ അത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം. ഈ ഒരു പേഴ്സൺ എനിക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പഴയതുപോലെ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. മാത്രമല്ല ആ ഒരു അങ്ങനെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഡിപ്പെൻഡൻ്റ് ആവാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അവരെ സംബന്ധിച്ച് താല്പര്യം. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും മെച്ചുറായിട്ട് ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കാനും അതുപോലെ മുന്നോട്ട് പോകാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടം ഉണ്ടായി കാണാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ക്യാമറ ഒന്ന് ഓഫായിപ്പോയി. അതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് കയറി വരാനോ അല്ലെങ്കിൽ ചിലത് മിസ്സാവാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ കുറച്ചൊരു സമയം വേണ്ടുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അത് ഞാനൊന്ന് സ്റ്റേബിൾ ആവട്ടെ എന്ന് നമ്മൾ പറയുന്ന പോലെയുള്ളൊരു എനർജി നമുക്ക് ഇവരിൽ കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഒരു വെയിറ്റിംഗ് എനർജി അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഡിപ്പെൻഡൻ്റ് ആവരുത്. ഈ ഒരു പേഴ്സണെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു പോരായ്മ ഉണ്ടാവരുത് എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ദാറ്റ് മീൻസ് റിലേഷൻഷിപ്പിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നൊരു എനർജി ആയിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു തിങ്കിങ് നമ്മൾ നേരത്തെ സ്പ്രെഡിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെയും അത് റിപ്പീറ്റായിട്ട് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കി കാണാനും അല്ലെങ്കിൽ ഇത് നന്നായിട്ട് മനസ്സിലാക്കാനും ആ ഒരു വ്യക്തിയുടെ അവസ്ഥയായിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് ആയിരിക്കാം, അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം നിങ്ങൾ എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വേണ്ടാന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനകത്തൊരു സ്ഥാനമില്ലാത്തത് കൊണ്ടോ അല്ല ആ ഒരു പേഴ്സൺ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഈ ഒരു തരത്തിൽ മുന്നോട്ട് പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വെയിറ്റിംഗ് ഫോർ ദ ഡിവൈൻ ടൈം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു അനുകൂലമായിട്ടുള്ള സമയം തീർച്ചയായിട്ടും ഇവിടെയും വന്നു ചേരും. അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രസൻ്റ്ലി ഉള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം മാറി സമാധാനത്തോടെയുള്ള ഒരു പോക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു സമയം വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ആ ഒരു അനുകൂല സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അനുകൂല സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ കാര്യങ്ങൾ മുടക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രം നിങ്ങൾ കണ്ണിലെണ്ണ ഒഴിച്ച പോലെ നോക്കിയിരിക്കുകയോ ചെയ്യണം എന്ന് അവർ പറയുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷൻ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അവർക്കാണ് കുറച്ചൊരു സമയം വേണ്ടത്, അല്ലെങ്കിൽ അവരെയാണ് നിങ്ങൾ കുറച്ചൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി അല്ലെങ്കിൽ ഈ ഒരു സൈക്കിളിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്നവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ചിലപ്പോൾ താഴ്ചയായിരിക്കാം, അല്ലെങ്കിൽ ഉയർച്ച താഴ്ചകളിൽ പോകുന്ന ഒരവസ്ഥയായിരിക്കാം. പക്ഷെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു ബന്ധത്തിൻ്റെ കാര്യത്തിലെങ്കിലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ എവിടെ ചെന്ന് അവസാനിച്ചു കഴിഞ്ഞാലും ഇതിലേക്ക് തന്നെയല്ലേ തിരിച്ചു വന്നില്ലേ പറ്റൂ, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതൊരിക്കലും കൈവിട്ട് പോവില്ല, അല്ലെങ്കിൽ കൈമോശം വരില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസമോ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ പല വിധത്തിലായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുപോകേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിലുണ്ട്. അതിലവർ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അതാണ് അവരെ സ്റ്റക്ക് ചെയ്ത് നിർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും വൈകാതെ തന്നെ അവരതിൽ നിന്ന് പുറത്ത് കടക്കും എന്നുള്ള ആ ഒരു നിശ്ചയം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന കാര്യമാണ്. ഏത് സ്റ്റക്നെസ് ആണെന്നുണ്ടെങ്കിലും അവരതിൽ നിന്ന് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്രയും വേഗം എത്തിച്ചേരുന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയുള്ളൊരു ഡിലേ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പും മറ്റൊരു കാര്യം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇട്ട് തല്ലിക്കളഞ്ഞ് അവർ വേറെ കാര്യങ്ങളുടെ പുറകെ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ഒന്നിലും ഒരു ഒട്ടി നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലോ, അല്ലെങ്കിൽ പെട്ട് നിൽക്കുന്ന പോലത്തെ അവസ്ഥയിലോ നിൽക്കില്ല. തീർച്ചയായിട്ടും അവർ അവരുടേതായിട്ടുള്ള ആ ഒരു വഴി കണ്ടെത്തുക തന്നെ ചെയ്യും എന്നവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളും ആകെ ഫെഡപ്പായി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. മേ ബി അതുകൊണ്ടായിരിക്കും. എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും ഉടനടി തന്നെ ആ ഒരു പേഴ്സൺ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തും, അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഏത് തടസ്സത്തിനെയും ബ്രേക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ള ഒരു എനർജിയൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ പ്രഷറുള്ള ഒരു ചുറ്റുപാടിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ആ സാഹചര്യത്തിൽ അവർ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പക്ഷേ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് ചെയ്ത് തീർക്കേണ്ടുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ചിലവർക്ക് ആ ഒരു സൊസൈറ്റിയുടെ പ്രഷർ ഉണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് വളരെ നിർബന്ധിതമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ കൂടി അവർക്ക് ലൈഫിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇടമലം തിരിയാൻ പറ്റാതെയോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പോകാനോ ഒന്നും കഴിയാത്തത്. അപ്പോൾ അതുകൊണ്ടാണത്. ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ശ്രമിക്കണം എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കാണുന്നത്. അതുപോലെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം, എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത് എന്നവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാനുള്ളൊരു എനർജിയാണ്, അല്ലെങ്കിൽ അതാണ് അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കിക്കാണണം. ഇതെവിടെയും നഷ്ടപ്പെട്ടു പോകാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്താണെന്നുണ്ടെങ്കിൽ വേദനിപ്പിച്ച കാലഘട്ടമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് പെയിൻ തോന്നിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത്. പുതിയ പ്രതീക്ഷയിലേക്ക് നോക്കണം എന്നുള്ള ഒരു സംഗതിയാണ് നമുക്ക് അവിടെ എല്ലാം കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് നിരാശരാവേണ്ടി വരില്ല, അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പ് വെറുതെ ആവില്ല എന്നുള്ള അവരുടെ ആ ഒരു തോന്നൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശ്വാസം അവർ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. ഒരുപക്ഷെ ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഈ ഒരു പേഴ്സണോട് ചോദിക്കുന്നുണ്ടാവാം, ഇതിനകത്തൊരു ക്ലാരിറ്റി കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റെബിലിറ്റി തരുന്നില്ല, കമ്മിറ്റ്മെൻ്റ് ഒക്കെ തന്ന ബന്ധമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് കാണാനില്ല. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്കൊരു 100,000 സംശയം ഉണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ ഇവരോട് ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പല കാർഡ്സിനകത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി റിഫ്ലക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് അവിടെ നമുക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് കഴിയുന്നത്. അതായത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് ഒരിക്കലും വ്യർത്ഥമായിട്ട് പോകാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു എനർജി നമുക്ക് റിപ്പീറ്റായിട്ട് കയറി വരുന്നത് അതുകൊണ്ടായിരിക്കും. ഇനി അതുപോലെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ആശ്വാസം തോന്നുന്നുണ്ടാവാം. അതായത് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നോ കോൺടാക്റ്റിൽ നിന്ന് വീണ്ടും വന്ന് മിണ്ടുന്നു. അപ്പോൾ നിങ്ങൾ ഭയങ്കര കംഫർട്ട് ആവുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് വീണ്ടും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോവുകയോ, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് ചിന്തകൾ മനസ്സിനകത്ത് കയറി വന്ന് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ആങ്സൈറ്റി ആയിക്കോട്ടെ, ഇതിങ്ങനെ മനസ്സിൽ വരുമ്പോൾ വീണ്ടും ഈ ഒരു പേഴ്സണോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഈ ഒരു പേഴ്സൺ ആൻസർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പിന്നെ നിങ്ങളുടെ ആ ഒരു വിഷമം കൊണ്ടോ, അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു പേടി കൊണ്ടോ, എന്ത് വേണമെങ്കിലും ആവാം, നിങ്ങൾ വീണ്ടും ചെന്ന് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് കയറി നിങ്ങളുടെ ഒരു ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അങ്ങനെയുള്ളവർക്കത് വേഗം റെസണേറ്റ് ആവും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു വിഷമം, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഇടയ്ക്കിടയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പാടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉള്ളവർക്കത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണൽ എനർജിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്
നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു സമയം കൊടുക്കുക. അവർ തീർച്ചയായിട്ടും എത്രയും വേഗം ആക്ഷൻ എടുക്കും എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ കാത്തിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കത് നഷ്ടമായിട്ട് മാറില്ല എന്നുള്ള ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 4, നമ്പർ 7, നമ്പർ 10, നമ്പർ 15 ആൻഡ് നമ്പർ 21. ഇതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ഏരീസ്, ലിയോ, സെജിറ്റേറിയസ്, സ്കോർപ്പിയോ, ക്യാൻസർ, ടോറസ് ആൻഡ് കാപ്രിക്കോൺ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ അവർക്ക് കുറച്ചൊരു സമയം കൊടുക്കാനും അവരുടെ ഒരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ അതിനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.